പ്രശസ്ത സിനിമാ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, നന്ദനം തുടങ്ങി 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു അന്ത്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, ഇന്ന് പുലർച്ചെയാണ് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പ്രശസ്ത സിനിമാ സീരിയൽ താരമായ മീന ഗണേഷ് അന്തരിച്ചത്. 81 വയസ്സായിരുന്നു. ഇപ്പോൾ അവരുടെ മൃതദേഹം ഷൊർണൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകളും മറ്റുമൊക്കെ നടക്കുക. മീന ഗണേഷിൻ്റെ ഈ ഒരു ജീവിതയാത്ര പരിശോധിക്കുമ്പോൾ 1942 പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് ഇവർ ജനിച്ചത്. തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ KP കേശവൻ്റെ മകളാണ്. സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബ്ബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തേക്ക് എത്തുന്നത്. തുടർന്ന് നാടകത്തിൽ സജീവമാവുകയും കോയമ്പത്തൂർ, ഈറോഡ്, സേലം എന്നിവിടങ്ങളിലൊക്കെ മലയാളി സമാജങ്ങളുടെ അടക്കം നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. 1971 പ്രശസ്ത നാടകരചയിതാവും സംവിധായകനും നടനുമായ AN ഗണേഷിനെ വിവാഹം ചെയ്യുകയും വിവാഹത്തിന് ശേഷം മീനയും ഗണേഷും ചേർന്ന് ഒരു പൗർണമി കലാമന്ദിർ എന്ന നാടക സമിതി തുടങ്ങുകയുണ്ടായി. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 3 വർഷത്തിനകം തന്നെ ആ ട്രൂപ്പ് പൂട്ടേണ്ടി വന്നു. പിന്നീട് ഇവർ വീണ്ടും നാടകങ്ങളിൽ സജീവമാവുകയായിരുന്നു. പ്രധാനമായിട്ടും ഈ KPAC, അതുപോലെ തന്നെ SL പുരം, സൂര്യതോമ, ചങ്ങനാശ്ശേരി ഗീത, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, അങ്കമാലി പൗർണമി, അങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിൽ മീന അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാഞ്ചജന്യം, ഫസഹ്, മയൂകം, സിംഹാസനം, സ്വർണ്ണമയൂരം, 1000 നാവുള്ള മൗനം, രാഗം, കാലം തുടങ്ങിയൊക്കെയാണ് ഇവർ അഭിനയിച്ചിട്ടുള്ള പ്രശസ്തമായ നാടകങ്ങൾ. 1976 റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് ആണ് ഇവർ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് 91 മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് പിന്നീട് ഇവർ സിനിമയിൽ സജീവമാവുന്നത്. 100-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക് എന്നും ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരുപിടി സിനിമകൾ, അത് വാസന്തിയും ലക്ഷ്മിയും ആണെങ്കിലും, അല്ലെങ്കിൽ വാൽക്കണ്ണാടി ആണെങ്കിലും, മീശമാധവനാണെങ്കിലും, നന്ദനമാണെങ്കിലും ഒക്കെ അതിലൊക്കെ ഉള്ളവരുടെ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കലാഭവമണിയൊത്തുമുള്ള സിനിമയാണെങ്കിലും, നന്ദനത്തിലെ ആ ഒരു കഥാപാത്രമാണെങ്കിലും ഒക്കെ തന്നെ വളരെ ഈ ഹാസ്യം, ഗൗരവത്തോടു കൂടെയുള്ള ഡയലോഗുകളിലൂടെയും മറ്റുമൊക്കെ ഹാസ്യം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ഈ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്. പുലർച്ചെയോടെയാണ് അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ നിലവിൽ ഷൊർണൂരിലെ ചുടുവാലത്തൂർ മൈത്രി നഗറിലാണ് ഇവർ താമസിക്കുന്നത്. അവിടുത്തെ വീട്ടിലാണ് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. വൈകിട്ടോടുകൂടെ തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവും. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ സീരിയൽ താരം മീന ഗണേഷാണ് അന്തരിച്ചത്. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം.